കടവനാട് പറങ്കിവളപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി പൂരാഘോഷം നടന്നു. കടവനാട് ശ്രീ പറങ്കിവളപ്പ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി പൂരാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന ആചാരങ്ങളും കലാപരിപാടികളുമാണ് ക്ഷേത്രമുറ്റത്ത് അരങ്ങേറിയത്. സമാപന ദിവസം പുലർച്ചെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ മലർപൂജ, ശിവേലി, വിശേഷാൽ പൂജകൾ, പുഷ്പാഞ്ജലി എന്നിവ നടന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊട്ടിവരവുകളും ഉച്ചപൂജയും ഭക്ത സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി. ഉച്ചയ്ക്ക് ശേഷം ഗജവീരന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ കണ്ണംതൃക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളിപ്പ് ആഘോഷങ്ങൾക്ക് മിഴിവേകി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നാടൻ കലാരൂപങ്ങൾ, ഭഗവതി, തിറ, പൂതൻ, കരിങ്കളി എന്നിവയുടെ അകമ്പടിയോടെയുള്ള വരവുകൾ ക്ഷേത്ര മുറ്റത്ത് എത്തിയതോടെ ഉത്സവ പ്രതീതി ഉച്ചസ്ഥായിയിലായി. തുടർന്ന് നടന്ന മനോഹരമായ കാളവേലയും ദീപാരാധനയും കേളി തായമ്പകയും കാണികളെ ആവേശത്തിലാഴ്ത്തി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തിയ നൂറുകണക്കിന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഈ വർഷത്തെ കുംഭഭരണി പൂരാഘോഷം സമുചിതമായി പൂർത്തിയായി. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് എല്ലാ ക്ഷേത്രത്തിലും പോകുന്ന മാതിരി ടിപ്പു പറങ്കിവളപ്പ് ക്ഷേത്രത്തിൽ വന്നു. ടിപ്പുവിൻ്റെ രീതി ആരാണ്ടിയുടെ എന്ന് 3 പ്രാവശ്യം ചോദിക്കുമായിരുന്നു. 3 പ്രാവശ്യം ചോദിച്ചിട്ടും ക്ഷേത്രത്തിൽ നിന്ന് യാതൊന്നും മറുപടിയൊന്നും ലഭിക്കാതിരുന്നാൽ ആ ക്ഷേത്രം തച്ചു തകർത്ത് അവിടെയുള്ള സ്വർണ്ണാഭരണങ്ങളും മറ്റും കൊണ്ടുപോവുകയായിരുന്നു ടിപ്പുവിൻ്റെ രീതി. പറങ്കിവളപ്പ് ക്ഷേത്രത്തിൽ വന്ന് ആരാണ്ടിയുടെ എന്ന് 3 പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ തോക്കും ലാത്തിയും കത്തിയും എല്ലാം ടിപ്പുവിൻ്റെ പടയോട്ടക്കാർക്ക് ഇവിടെ കൈവശമുണ്ടായിരുന്നു. അപ്പോൾ വളരെ വലിയ മരം കെട്ടുന്നത് ടിപ്പുവിൻ്റെ പടയാളികളെ ആക്രമിക്കുകയുണ്ടായി. തോക്കിനും ലാത്തിക്കും മറ്റും എന്താണ് ചെയ്യാൻ പറ്റുക മരം കെട്ടുന്നതിനോട്? വല്ലാത്ത പറങ്കി എന്ന് പറഞ്ഞ് ടിപ്പുവിൻ്റെ പടയാളികൾ ഓടി മറയുകയാണ് ഉണ്ടായത്. ക്ഷേത്രത്തിന് ഒന്നും പറ്റിയില്ല. എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യപ്രദായം നൽകി പറങ്കിവളപ്പിലമ്മ ഈ നാട്ടിൽ വിരാജിക്കുകയാണ്. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.